കോഴിക്കോട് കുറവിലങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ 3 പേർ മരിച്ച സംഭവത്തിൽ ഗുരുതര വീഴ്ചയെന്ന റിപ്പോർട്ട്. ഫോറസ്റ്റ് കൺസർവേറ്റർ ആർ കീർത്തി സമർപ്പിച്ച റിപ്പോർട്ടിലാണ് വീഴ്ചകളെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. ഗുരുവായൂർ പീതാംബരൻ എന്ന ആനയ്ക്ക് മറ്റ് ആനകളെ ഉപദ്രവിക്കുന്ന സ്വഭാവം നേരത്തെ ഉണ്ടെന്നാണ് റിപ്പോർട്ടിലുള്ളത്. ആനയുടെ രക്തസാമ്പിൾ ശേഖരിച്ച് നടത്തിയ പരിശോധനയിൽ മദപ്പാടിനുള്ള സാന്നിധ്യവും കണ്ടെത്തി. ഘോഷയാത്രയുടെ സമയത്ത് ആനയുടെ കാലിൽ ചങ്ങല ഉണ്ടായിരുന്നില്ല എന്നും ഫോറസ്റ്റ് കൺസർവേറ്ററുടെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. അപകടത്തിന് പിന്നാലെ വനവകുപ്പ് അന്വേഷണം ആരംഭിച്ചിരുന്നു. തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഫോറസ്റ്റ് കൺസർവേറ്റർ വനംവകുപ്പ് മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്. പ്രാഥമിക പരിശോധനാ കാലത്ത് തന്നെ നിബന്ധനകൾ പാലിക്കുന്നതിൽ ഗുരുതരമായ വീഴ്ചകളുണ്ട് എന്ന് തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ മദപ്പാടുണ്ടാകാൻ സാധ്യതയുള്ള സ്റ്റേജിൽ നിൽക്കുന്ന ഒരാനയെ എഴുന്നള്ളിക്കാൻ പറ്റുമോ ഇല്ല എന്നൊരു പ്രശ്നമാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. പോലീസ് അതിൻ്റെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വനം വകുപ്പാണെങ്കിൽ വന്യജീവി സംരക്ഷണ നിയമത്തിലും നാട്ടാന പരിപാലന സംരക്ഷണ നിയമത്തിലും ഉൾക്കൊള്ളിച്ച കാര്യങ്ങൾ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്ത് സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എഴുന്നള്ളിപ്പിനായി കൊണ്ടുവന്ന പീതാംബരൻ, ഗോകുൽ എന്നീ ആനകളുടെ ടെസ്റ്റോസ്റ്റെറോൺ പരിശോധന അപകടശേഷം നടത്തിയിരുന്നു. ടെസ്റ്റോസ്റ്റെറോണിന്റെ അളവ് കൂടിയാൽ ആനകളിൽ മദപ്പാടിനുള്ള സാന്നിധ്യമുണ്ടാകും. മുൻപ് 5 തവണ ഗുരുവായൂർ പീതാംബരൻ സമാന രീതിയിൽ ഇടഞ്ഞ സമീപത്തുണ്ടായിരുന്ന ആനകളെ ആക്രമിച്ച ചരിത്രവുമുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു ആനയെ എഴുന്നള്ളിപ്പിൽ പങ്കെടുപ്പിക്കാൻ പാടില്ലായിരുന്നു. സംഭവ സമയത്ത് ക്ഷേത്രത്തിൽ അലക്ഷ്യമായി പടക്കങ്ങൾ പൊട്ടിച്ചിരുന്നു. ഈ ശബ്ദത്തിൽ പീതാംബരൻ പ്രകോപിതനായെന്നും റിപ്പോർട്ടിലുണ്ട്. എഴുന്നള്ളിപ്പിനിടെ ആനകൾ തമ്മിൽ കൃത്യമായി അകലം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ആനകളുടെ സമീപത്ത് വെച്ച് വെടിമരുന്ന് പ്രയോഗം പാടില്ല. വനംവകുപ്പ്, പോലീസ്, ഫയർഫോഴ്സ് എന്നിവയെ ഉൾപ്പെടുത്തി ഒരു സബ് കമ്മിറ്റി രൂപീകരിക്കണം. ഇത്തരത്തിലുള്ള 6 ശുപാർശകൾ കൂടി ഈ റിപ്പോർട്ടിലുണ്ട്. ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.